ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ്, എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. കുറേ ഞാനിങ്ങനെ പറയണോ എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ആവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കൊറിയർ വന്നപ്പോഴാണ് ഞാനത് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോഴാണ് സാധനം കണ്ടത്. അങ്ങനെ അതിൻ്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. കേക്കിൻ്റെ ട്രേ ഇല്ല, പിന്നെ വേണ്ടത് ഓവണാണല്ലോ, അത് മെല്ലെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തായാലും കൈ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. എല്ലാം ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൈ കിട്ടിയതല്ലേ, അപ്പം ഞാൻ എന്തായാലും കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി തന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. കേക്ക് ഉണ്ടാക്കാനുള്ള വാനില എസൻസ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കുകയാണ്, ശരിയാവില്ലെന്നൊന്നും അറിയില്ല. പിന്നെ ഓവണില്ല, പിന്നെ കേക്കിൻ്റെ ട്രേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. മാംഗോ കേക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ നോട്ട്ബുക്കിൻ്റെ പേപ്പറിൽ ബട്ടറും മൈദയും തേച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. എന്നാലും സെറ്റായി. എന്തായാലും ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മാംഗോ കേക്ക് കിട്ടിയിട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല സ്പോഞ്ചായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ എന്തായാലും എനിക്ക് സന്തോഷമായി. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് ക്രീമൊക്കെ സെറ്റാക്കിയിട്ട് ക്രീമൊക്കെ തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുക്കറിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത്. എന്തായാലും സക്സസ് ആയിട്ടോ. അങ്ങനെ അതിൽ ക്രീമും ഒക്കെ തേക്കാനുള്ള സെറ്റാണ്. പഞ്ചസാര സിറപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കേക്ക്. കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത്ര സെറ്റായിട്ടില്ല, എന്നാലും അടിപൊളിയായിരുന്നു.